ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നാളെ ഇപ്പം റിപ്പബ്ലിക് ഡേ, നാളെ ഹോളിഡേ ആണ്. അതുപോലെ ഇനി വരാൻ പോകുന്ന ജനുവരി 30th ഞങ്ങൾക്കറിയാലോ, അത് ഗാന്ധി അസാസിനേഷൻ ഡേ ആണ്. ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന കാര്യമുണ്ട്, വാട്ട് വാസ് ദ റീസൺ ഗാന്ധി വാസ് അസാസിനേറ്റഡ്? ഹി വാസ് സച്ച് എ ഗുഡ് പേഴ്സൺ, വൈ ഹി ഗോട്ട് അസാസിനേറ്റഡ് ബൈ മിസ്റ്റർ ഗോഡ്സെ? ഇതിന്റെ പിന്നിലുള്ള കാരണത്തെ കുറിച്ചിട്ട് ഞാൻ പലപ്പോഴും ആലോചിച്ച ഒരു കാര്യമാണ്. ഇതിൽ പ്രധാനമായിട്ട് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയുന്നത് വെച്ചാൽ, ഈ ഗാന്ധിന്റെ ഒരു സ്റ്റാൻഡ് വളരെ സ്റ്റാൻഡ് അന്നത്തെ പ്രത്യേകിച്ച് ഹിന്ദു മഹാസഭക്ക് അന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലെന്നാണ്. കാരണം ഗാന്ധി വാസ് ഓൾവേസ് പ്രോ പാകിസ്ഥാൻ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് അറ്റ് ദ കോസ്റ്റ് ഓഫ് ഹിന്ദുസ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് വെച്ചാൽ, ഈ പാർട്ടീഷൻ സമയത്ത് ഗാന്ധി വാസ് ഷെൽട്ടറിങ് മുസ്ലിംസ് എല്ലാ ആൻഡ് അബാൻഡനിങ് ഹിന്ദുസ് എന്നാണ് അവർ പറഞ്ഞൊരു കാര്യം. ഗാന്ധിയുടെ ഈ പാർട്ടീഷന് ആരാണ് റെസ്പോൺസിബിൾ എന്ന് ചോദിച്ച സമയത്ത് ഏറെക്കുറെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇറ്റ് വാസ് ഗാന്ധിജിക്ക് വന്നുണ്ടായിരുന്നു. കാരണം വെറുതെ നമ്മൾ ഈ ജിന്നനെ മാത്രം ബ്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ഗാന്ധി ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ദി പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്നത് പറയുന്നു. സോ ഗാന്ധിനെ സംബന്ധിച്ചോളം ഗാന്ധി ഈ ഇന്ത്യയിൽ ഈ അന്നത്തെ ഹിന്ദു രാഷ്ട്ര വിഭാവന ചെയ്ത ഹിന്ദു മഹാസഭ വിശ്വസിച്ചുകൊണ്ടിരുന്നത് ഗാന്ധി ഇനി ഇങ്ങനെ ഇഫ് ഈസ് അലൗഡ് ടു ലീവ് ഇറ്റ് വുഡ് കോസ് മോർ ഹാം ടു ഇന്ത്യ ഒരു വ്യൂ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ആർക്ക് ഇവരെ ഹിന്ദു മഹാസഭക്ക്. സോ വേറൊരു കാര്യം ഞാൻ ആലോചിച്ചതെന്ന് വെച്ചാൽ, ഈ ഗാന്ധിജിയെ കുറിച്ച് ഇന്നാളത്തെ അത് ശശി തരൂറും അയാളെ ഒരു സ്പീച്ചിൽ ഞാൻ പറയുന്നത് കേട്ടു. അന്ന് ഈ 1947 ഇന്ത്യ പാർട്ടീഷൻ കഴിഞ്ഞ സമയത്ത് ഇന്ത്യ വാസ് വെരി പുവർ. അന്ന് ഗാന്ധിജി പറഞ്ഞതെന്ന് വെച്ചാൽ, പാകിസ്ഥാന് വേണ്ടിയിട്ട് നമ്മൾ 55 കോടി ഉറുപ്പിക ഇന്ത്യൻ്റെ കയ്യിലുള്ള പാകിസ്ഥാന് വേണ്ടി കൊടുക്കണമെന്ന് അന്ന് പാകിസ്ഥാൻ ഫോം ചെയ്ത സമയത്ത് പാകിസ്ഥാൻ പാസ് ചെയ്യണമെന്ന് ഗാന്ധി പറഞ്ഞിരുന്നു. സേവ് ഭാരത് മാതാ എന്നുള്ള ഒരു ലൈനിൽ നിന്ന് ഹിന്ദു മഹാസഭ എൻ്റെ കുറെ ഹാർഡ് ലൈനേഴ്സ് എത്തിയത്. സോ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഗാന്ധിക്ക് ഈവൻ കോൺഗ്രസിൽ പോലും ഗാന്ധിക്ക് എനിമീസ് ഉണ്ടായിരുന്നു. കാരണം അന്ന് ഗാന്ധി പറഞ്ഞത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ കോൺഗ്രസ് ഇനി പിരിച്ചുവിടണമെന്നാണ്. കോൺഗ്രസിന്റെ ഈ പേർപ്പസ് കഴിഞ്ഞു, ഇനി കോൺഗ്രസ് പിരിച്ചുവിടണം. അതുമാത്രമല്ല ഗാന്ധി പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ഐ വാണ്ട് ടു റിവേഴ്സ് ദി പ്രോസസ് ഓഫ് പാർട്ടീഷൻ. ഞാൻ പാകിസ്ഥാനിൽ പോയിട്ട് പാകിസ്ഥാനായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഈ പാർട്ടീഷൻ ചെയ്ത് ഞാൻ റിവേഴ്സ് ചെയ്യിപ്പിച്ചിട്ട് പാകിസ്ഥാനെ പിന്നെയും ഇന്ത്യയിൽ ലയിപ്പിക്കും. അങ്ങനെയെല്ലാം ഗാന്ധി ത്രെട്ടൻ ചെയ്ത് നോക്കിയിരുന്നു. കാരണം ആ സമയത്ത് എന്ന് വെച്ചാൽ ഇന്ത്യ വാസ് ഇൻ എ വെരി ബാഡ് ഷേപ്പ്. കാരണം അന്ന് പട്ടേലൊക്കെ പറഞ്ഞ വി ഹാവ് ഗിവൺ പാകിസ്ഥാൻ ഓൾറെഡി ടു മുസ്ലിംസ്. അവർ മുസ്ലിംസിന് വേറെ തന്നെ രാജ്യം വേണമെന്ന് പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ ഉണ്ടായത്, പാകിസ്ഥാൻ കൊടുത്തത് തന്നെ. അതുമാത്രമല്ല നമ്മൾ കൊടുത്തതിന് ശേഷം പിന്നെയും ഗാന്ധി പോയിട്ട് പറയും ഞാനത് റിവേഴ്സ് ചെയ്യിക്കുന്നുള്ള ഒരു ത്രെട്ടൻ ഗാന്ധി ചെയ്യുന്ന പറയപ്പെടുന്നു. സോ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, വേറൊരു ഇഷ്യൂ പറയുന്നത് വെച്ചാൽ, അന്ന് 1947 ശേഷം ഈ വളരെ റിഫോംസ് നെഹ്റു പട്ടേലൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് നെഹ്റുവിൻ്റെ ഒരു വിഷനിൽ നെഹ്റു പറഞ്ഞതെന്ന് വെച്ചാൽ, ഇന്ത്യ ഭയങ്കര ഇൻഡസ്ട്രിയലിസ്റ്റ് നേഷനാണ്. അത് നെഹ്റുവിൻ്റെ വിഷൻ തന്നെ ആയിരുന്നു. അത് അന്നത്തെ പല പ്രൊജക്ട്സും പല ഇൻഡസ്ട്രിയലൈസേഷനും നാഷണലൈസേഷനും ഒക്കെ ചെയ്ത് വലിയ വലിയ ഇൻഡസ്ട്രിയലൈസേഷനായിരുന്നു നെഹ്റു ഫേവർ ചെയ്തിട്ടുള്ളത്. പക്ഷെ അന്ന് ഗാന്ധി ഇതിനൊക്കെ എഗൻസ്റ്റ് ആയിരുന്നു. ഗാന്ധി പറഞ്ഞതെന്ന് വെച്ചാൽ, ഗ്രാമോദ്യോഗ മോഡലാണ് വേണ്ടത്, നമുക്ക് ഇൻഡസ്ട്രിയലൈസേഷനിൽ വേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ ഗാന്ധി പറഞ്ഞു വെച്ചാൽ, ഈ പണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഡൽഹിയിലുള്ള ഈ പണ്ട് ബ്രിട്ടീഷ് പ്രഭുക്കന്മാർ താമസിച്ച ബംഗ്ലോസ് ഒക്കെ ആയിരുന്നു പിന്നെ ഇന്ത്യൻ്റെ മിനിസ്റ്റേഴ്സ് ഓക്യുപ്പൈ ചെയ്തുകൊണ്ടിരുന്നത്. ഗാന്ധി പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ബംഗ്ലോസ് എല്ലാം ഹോംലെസ് റെഫ്യൂജീസ് വന്ന് അവർക്ക് ഷെൽട്ടറായിട്ട് കൊടുക്കണം. പിന്നെ അയാൾ പറഞ്ഞു വെച്ചാൽ, മൗണ്ട് ബാറ്റന്റെ ബംഗ്ലോ, വൈസ്രോയ്സ് ബംഗ്ലോ, ഇന്നത്തെ പ്രസിഡൻസി താമസിക്കുന്ന സ്ഥലം, അത് പിന്നെ റെഫ്യൂജീസിനെ ഒരു ഹോസ്പിറ്റലാക്കി മാറ്റണം എന്നാണ് അത് ഗാന്ധി പറഞ്ഞു. സോ ഇതൊന്നും കോൺഗ്രസിലുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സിനോ അല്ലെങ്കിൽ ഹിന്ദു മഹാസഭയിലുള്ള ലീഡേഴ്സിനോ അന്ന് തീരെ ഒരു ഇംപ്രാക്ടിക്കൽ ഓൾഡ് മാൻ എന്നാണ് വിചാരിച്ചിരുന്നത്. സോ ദാറ്റ് ഈസ് റീസൺ മെയിൻലി ഒരു ഹിന്ദു മഹാസഭയ്ക്ക് ഗാന്ധിജിയോട്, പ്രത്യേകിച്ച് മോസ്റ്റ് ഓഫ് ദി കുറേ അപ്പർ കാസ്റ്റ് ഹിന്ദുസ് എന്ന് ഞാൻ പറയാം, they were angry with him and അങ്ങനെയുള്ള പക്ഷെ അവരൊരു വിഭാവന എന്ന് വെച്ചാൽ, ഈ പാകിസ്ഥാൻ ഫോം ചെയ്തത് തന്നെ മുസ്ലിം നാഷണലായിട്ടാണ്. സോ ദേ തോട്ട് എ മുസ്ലിം ഫ്രീ ഇന്ത്യ ആയിരുന്നു അന്ന് അവരെല്ലാവരും ഡ്രീം.
എസ്പെഷ്യലി ഹിന്ദു മഹാസഭേൻ്റെ ഒരു ഡ്രീംസ് അന്ന് ഒരു മുസ്ലിം ഫ്രീ ഇന്ത്യ ആയിട്ടായിരുന്നു. കാരണം അവർ പറയുന്ന മുസ്ലിംസിന് വേണ്ടി വേറെ രാജ്യം കൊടുത്തു. സോ ദർ ഷുഡ് ബി എ ടോട്ടൽ എക്സ്ചേഞ്ച് ഓഫ് പോപ്പുലേഷൻ. നിങ്ങൾ എന്തിനാ രാജ്യം ഉണ്ടാക്കിയാൽ പർപ്പസ് എന്താണ്? അപ്പോൾ നിങ്ങൾ എക്സ്ചേഞ്ച് ഓഫ് പോപ്പുലേഷൻ. സോ ഇന്ത്യയിലുള്ള പ്രത്യേകിച്ച് നോർത്ത് ഫ്രോണ്ടിയേഴ്സും പഞ്ചാബിലും പിന്നെ നോർത്ത് ഇന്ത്യയിലുള്ള കുറേ ഒരു പോപ്പുലേഷൻ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇറ്റ് വിൽ ബി എ ട്രൂലി ഹിന്ദു നേഷനായിട്ട് ഇന്ത്യനെ മാറ്റാൻ പറ്റുന്നതാണ് അവർ വിഭാവനം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതൊക്കെ ഗാന്ധിജി നശിപ്പിച്ചു കളഞ്ഞു. സോ അതായിരുന്നു ഇവർക്ക് വലിയൊരു ആങ്കർ ഉണ്ടായത്. പിന്നെ പറയാന്ന് വെച്ചാൽ പിന്നെ ഗാന്ധിജി പറഞ്ഞാൽ മുസ്ലിംസ് ഹാവ് ദ റൈറ്റ് ടു റിമാൻ ഇൻ ഇന്ത്യ ആൻഡ് ദേ ആർ ലെജിറ്റിമേറ്റ് ആണ് ഇന്ത്യയിലുള്ള കാര്യം ഗാന്ധിജി പറഞ്ഞു. സോ അത് പല പൊളിറ്റീഷ്യൻസും, അത് കോൺഗ്രസ് പൊളിറ്റീഷ്യൻസ് പോലും വന്നത് ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല എന്ന് പറഞ്ഞു കേട്ട്. സോ അതുകൊണ്ടല്ലായിരുന്നു ഗോഡ്സെ അന്ന് ഗാന്ധി ആയിട്ടുള്ള ഈ അസാസിനേഷൻ്റെ ഒരു പ്ലോട്ട് ഉണ്ടാക്കിയതൊക്കെ പറയപ്പെടുന്നു. പക്ഷെ ഇത് ഞാൻ എൻ്റെ വേർഡ്സ് അല്ല കേട്ടോ. കാരണം ഞാൻ പറയുന്ന വേർഡ്സ് എന്ന് വെച്ചാൽ എഴുതിയത് ഗാന്ധിജിയുടെ ഒരു ഗ്രാൻഡ് സൺ തുഷാർ ഗാന്ധി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളൊരു വലിയൊരു റൈറ്ററാണ്. അയാളൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. സോ ആ ബുക്കിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് എന്നെ നിങ്ങൾ ഒരു ഇറ്റ്സ് നോട്ട് മൈ പേഴ്സണൽ വ്യൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് വെരി ക്ലിയർലി ഐ എം ടെല്ലിങ്. നിങ്ങൾക്ക് ആ ബുക്ക് വായിച്ചാൽ മനസ്സിലാവും. അത് അയാൾ എഴുതിയ ബുക്ക് തുഷാർ ഗാന്ധിയാണ് എഴുതിയത്. ഗാന്ധിജിയുടെ ഒരു ഗ്രാൻഡ് സൺ ആയിരുന്നു. സോ അതുകൊണ്ടായിരുന്നു ഗാന്ധിയുടെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് പിന്നെ ഇതിന്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് ആർക്കും ഇതുവരെ അറിയില്ല. കാരണം ഗാന്ധിജിക്ക് പറയാന്ന് വെച്ചാൽ അസാസിനേഷൻ ഈ 30th ജനുവരി 1948 ചെയ്തതിനെക്കാട്ടും 2-3 അറ്റംപ്റ്റ് അയാൾക്ക് ചെയ്തിരുന്നു. അന്ന് തന്നെ ഇവർ അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുന്നു ഗാന്ധിനെ മർഡർ ചെയ്യാൻ. പക്ഷെ ആ സമയത്ത് ഈ മുസ്ലിം ലീഗിന് അതിന്റെ ഒരു അജണ്ട ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. പാകിസ്ഥാൻ ഒരു അജണ്ട ഉണ്ടായിരുന്നില്ല. അതെ, മുസ്ലിം ലീഗിന്റെ ഫോർമേഷനൊക്കെ അറിയാലോ, ഒരു പാകിസ്ഥാൻ അജണ്ട ആയിരുന്നു അവർ. സോ ഇങ്ങനെയുള്ള ഒരു ഹെയ്റ്റ് ആൻഡ് ഡിസ്ട്രക്ഷൻ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഇപ്പൊ ഞാനിപ്പോൾ ആലോചിക്കുക വെച്ചാൽ, ഇപ്പൊ ഇന്ന് ഇന്ത്യന്റെ സിറ്റുവേഷൻ ഏകദേശം പറയാന്ന് വെച്ചാൽ ഈ ഒരു 1940s നമ്മളെ ഇന്ത്യന്റെ സിറ്റുവേഷനാണ് ഇപ്പൊ ഇന്ത്യ ഉള്ളത്. കാരണം ഇന്നിപ്പോൾ നിങ്ങൾ നോക്കിയോ സോഷ്യൽ മീഡിയ ഇതൊക്കെ തുറന്നു കഴിഞ്ഞാൽ യു ക്യാൻ സീ ഓൾ ദി ഹെയ്റ്റ് സ്പീച്ച്. പിന്നെ പല പൊളിറ്റീഷ്യൻസിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദി റിലിജിയൻ ഉപയോഗിച്ചിട്ടും കാസ്റ്റ് ഉപയോഗിച്ചിട്ടും സബ് കാസ്റ്റ് ഉപയോഗിച്ചിട്ടും നമ്മളെ റിസർവേഷൻ കൊണ്ടുവരിക, നമ്മൾ ഇന്നേ കാസ്റ്റിന് ഇന്നേ റിസർവേഷൻ 3% കൊണ്ടുവരിക, അല്ലെങ്കിൽ റിലിജിയൻ ബേസ്ഡ് പൊളിറ്റിക്സ്, കാസ്റ്റ് ബേസ്ഡ് പൊളിറ്റിക്സ്, ഇങ്ങനത്തൊക്കെ നമ്മൾ ജനങ്ങളിപ്പം വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത്. സോ ഇപ്പം നമ്മളെ കേരളത്തിൽ തന്നെ അറിയാം, ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും ഇന്ന് എല്ലാ സ്ഥലത്തും ഒരു തരത്തിലുള്ള ഒരു ഡിവിഷനാണ് കാണുന്നത്. സോ ഇങ്ങനെ പോവുകയാണെങ്കിൽ ആസ് എ കൺട്രി ലൈക്ക് ഇന്ത്യ സർവൈവ് ചെയ്യുക എന്നുള്ള കാര്യം എനിക്ക് തന്നെ കാണുമ്പോൾ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് വേർ ഇഡ് കൺട്രി ഈസ് ഗോയിങ് ടു എൻഡ്. ഇനിയൊരു ഗാന്ധി വരാൻ പോകുന്നില്ല. സോ അതുകൊണ്ട് വെച്ചാൽ വി ഡോണ്ട് വാണ്ട് അനദർ ഹോളോകാസ്റ്റ്. കാരണം ഈ ഹോളോകാസ്റ്റിൽ മരിച്ചതിനെക്കാട്ടും ആൾക്കാർ ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷനിൽ മരിച്ചിട്ടുണ്ട്. അതുപോലും അതൊക്കെ ഈ അന്നത്തെ ലീഡേഴ്സിന്റെ വലിയൊരു ഫെയിൽഡാണ്. ഗാന്ധിജിയുടെയും ജിന്നയുടെയും അല്ലെങ്കിൽ അന്നത്തെ ഫെയിൽഡാണ്. എത്രയോ ആൾക്കാർ മരിച്ച്, ഇന്നസെന്റ് പീപ്പിൾ ഡൈഡ്. ആൻഡ് നമുക്കിപ്പോൾ എന്ന് വെച്ചാൽ വി ഡു നോട്ട് വാണ്ട് എ വാർ ബിറ്റ്വീൻ റിലിജിയൻസ്. ഇന്ത്യയിൽ അങ്ങനെ ഒരു റിലീജിയസ് വാർ ഇനി ഉണ്ടാക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. കാരണം നമ്മളൊക്കെ 1947 ശേഷം ജനിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്കിതൊന്നും ഇറ്റ്സ് ഓൾ എ ഹിസ്റ്ററി. നമുക്കറിയാം പാകിസ്ഥാൻ ഉണ്ടാക്കി, അത് മുസ്ലിംസിന് വേണ്ടി ഉണ്ടാക്കിയാണ്. പക്ഷേ സ്റ്റിൽ വി ഡോണ്ട് വാണ്ട് ടു ക്രിയേറ്റ് അനദർ പാകിസ്ഥാൻ ഇൻ ഇന്ത്യ. സോ ഗാന്ധിജി ഹാസ് ഡൺ എ മിസ്റ്റേക്ക് എന്നാണ് പറയുന്നത്. സോ ഈ ക്രിയേറ്റഡ് വൺ മോർ പാകിസ്ഥാൻ ഇൻ ഇന്ത്യ എന്നും കൂടി അവർ പറയുന്നുണ്ട്. പക്ഷേ തിങ് ഈസ് വി ഡോണ്ട് വാണ്ട് അനദർ ഫിലോസഫിക് റീജിയനിയുടെ ആവശ്യമില്ല. കാരണം നിങ്ങൾ നോക്കിക്കോ, ഈ ഹിറ്റ്ലർ ആയാലും ശരി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഫിലോസഫിക് ആൾക്കാരായാലും ശരി, അവരെന്താ ആദ്യം ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളൊരു റേസിയൽ പ്രൊഫൈൽ ഉണ്ടാക്കുക. റേസിയൽ പ്രൊഫൈൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എത്നിക് ക്ലൻസിങ് വളരെ ഈസിയാണ്. സോ നിങ്ങൾ ആദ്യം ഒരു റേസിയൽ ഇതായിട്ട് നിങ്ങളെ മുദ്ര കുത്തും. അതിനുശേഷമാണ് പിന്നെ ഹിറ്റ്ലർ ജൂതന്മാർ അങ്ങനെ ചെയ്തത്. അതേപോലെ തന്നെയാണ് ഇന്ന് മിക്ക ആഫ്രിക്കൻ കൺട്രീസിലും സംഭവിക്കുന്നത്. ഇന്നിപ്പോൾ അമേരിക്കയിൽ എമിഗ്രൻസിൽ സംഭവിക്കുന്നത് അങ്ങനെയാണ്. then it is easy to cleanse the people. അതാണ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുക മിക്കവാറും. സോ അതൊക്കെയാണ് എനിക്കിത് പറയാനുള്ളത്. സോ അതുകൊണ്ട് പണ്ട് ജോർജ് ബെർണാഡ് ഷാ ഗാന്ധി മരിച്ച സമയത്ത് പറഞ്ഞത്, ഇറ്റ് ഷോസ് ഹൗ ഡേഞ്ചറസ് ഇറ്റ് ഈസ് ടു ബി ടു ഗുഡ് എന്ന് അയാൾ പറഞ്ഞു.